വിശ്വാസത്തിൻ്റെ പ്രദർശനം, ഷോയിങ് യുവർ ഫെയ്ത്ത് പാർട്ട് 2. കഴിഞ്ഞ ദിവസം വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസം എങ്ങനെയാണ് കാണിക്കുന്നതെന്നും തളർവാദിയായ മനുഷ്യനെ 4 പേര് കൊണ്ടുവന്ന് കർത്താവിന് മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അവന് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത് നമ്മൾ കണ്ടു. ഇന്നത്തെ ദിവസം എടുക്കുന്നത് നമ്മളൊന്ന് വിശ്വാസം എന്ന് പറയുന്നത് വചനം കൊണ്ടാണ് വരുന്നത്. വിശ്വാസം കേൾവിയാൽ എന്ത് കേൾക്കണം? ദൈവവചനം. വിശ്വാസം കേൾവി, നിൻ്റെ വചനം നിൻ്റെ സമീപസ്ഥമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി എന്ത്? ദൈവവചനത്തെക്കുറിച്ച്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വചനം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി ഇത് ഇങ്ങനെ നമ്മളെ ഈ തിരമാല അടിക്കുന്ന പോലെ അടിച്ചിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഞാനും നിങ്ങളും എല്ലാം താണുപോകും. അതുകൊണ്ട് ദിനം പ്രതി ഇത് ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ സമ്മതിക്കത്തില്ല കേട്ടോ. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നവരെ സൂക്ഷിക്കണേ. എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നവരെയും സൂക്ഷിക്കണേ. വി ഹാവ് ടു ബി വെരി ട്യൂൺഡ് ഇൻ ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മളെ നഡ്ജ് ചെയ്തുകൊണ്ടിരിക്കണം. അവളാണ് നമ്മുടെ ടീച്ചർ, നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത് പറയുന്നത് വിശ്വാസം അകത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അകത്തെ മനുഷ്യൻ പുഷ്ടി പിടിക്കണം. എന്നാൽ അവിശ്വാസം പുറത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ പറയുക, കർത്താവ് പറയുന്നു ഞാനത് ചെയ്തിരിക്കുന്നു. അത് വൈകിട്ടേനകം അതിന് വിപരീതമായിട്ട് കേൾക്കും. അപ്പോൾ നമ്മൾ ചേട്ടൻ പറയും, കർത്താവ് പറഞ്ഞു ഒന്നുമല്ല, ചുമ്മാ ഞാൻ ചിന്തിച്ച. അപ്പോൾ നമ്മൾ അവിശ്വാസം കൊണ്ട് അതിനെ മൂടി. നിൻ്റെ മക്കളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നമ്മൾ പറയുമോ അതിന് നമ്മൾ വിചാരിച്ച സമയത്ത് വന്നില്ല, അതിന് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ 2 ചിന്ത എപ്പോഴും, ഒന്ന് അകത്തു നിന്നുള്ള ചിന്ത ദൈവം പറയുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ, 2 പുറത്തു നിന്നുള്ള സാഹചര്യങ്ങളുടെ മേലെ വിപരീതമായ ചിന്ത കൊണ്ടുവന്നേയിരിക്കും. അപ്പം 2 ചിന്ത എപ്പോഴും വരും. ഒന്ന് ദൈവത്തിന് അനുകൂലം, ഒന്ന് പ്രതികൂലം. അത് ഏതിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നു. അതായത് വള്ളം തുഴയുന്ന കണ്ടിട്ടുണ്ടോ? വള്ളം തുഴയുന്ന അണയുമ്പോൾ എത്രമാത്രം മുൻപോട്ട് പോകണോ അത്രമാത്രം അതിൻ്റെ തുഴ പുറകോട്ട് എടുക്കുന്നുണ്ട്. അത്ര ശക്തിയായിട്ട് പുറകോട്ടത് വലിക്കുമ്പോഴാണ് വള്ളം പുറകോട്ട്. അപ്പോൾ ഈ പുള്ള് എന്നും നമുക്കുണ്ട്. ഈ പുള്ള് ഈ നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കും തോറും ആഞ്ഞു മുൻപോട്ട് വരാനുള്ള ശക്തിയാണ് വചനം കൊണ്ടുവരുന്നത്. അപ്പോൾ എത്രമാത്രം ആഴത്തിലോട്ട് ഇറങ്ങിയിട്ടുള്ള വ്യക്തികളുടെ അടുക്ക് ചെന്നിരുന്നാൽ, നമ്മളത് പ്രായമുള്ള ദൈവത്തിൻ്റെ ആത്മാവുള്ളവരുടെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാതൊരു ശാന്തത അവരുടെ അടുക്ക് ഇരിക്കുമ്പോൾ സമാധാനം. ദ പ്രസൻസ് ബ്രിങ്സ് ദാറ്റ്. ബിക്കോസ് ആ ഓളം എല്ലാം കഴിഞ്ഞ് അവർ കണ്ടിട്ടുണ്ട് ദൈവത്തെ. എപ്പോഴും ഇല്ല, അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം. അതൊരു വലിയ കൃപയാണ്. അങ്ങനെ പ്രായമുള്ളവർ, വീട്ടിൽ ദൈവവിശ്വാസമുള്ളവർ. അപ്പം പ്രതികൂലം പുറമേ നിന്ന് വരുന്നു, വിശ്വാസം അകത്തുനിന്ന്. എന്നാൽ ഏതിനെ പുഷ്ടി പിടിപ്പിക്കണം? നമ്മുടെ അകത്തെ മനസ്സ്. അതെങ്ങനെ പുഷ്ടി പിടിപ്പിക്കും? വചനം കൊണ്ട്. അപ്പോൾ രണ്ടാമത് എടുക്കുന്ന 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീയെ, മർക്കോസിൻ്റെ സുവിശേഷം 5:22 തൊട്ട് 36 വരെ. ഇവൾക്ക് രക്തസ്രാവം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോയിട്ടും സൗഖ്യം കിട്ടാതിരിക്കുന്ന സ്ത്രീയാണ്. മടുത്തു. അവൾ പണം തീർന്നു, സൊസൈറ്റിയിൽ സ്ഥാനമില്ല, യഹൂദൻ്റെ ഇടയ്ക്ക് നിരസിക്കപ്പെട്ടവളും അശുദ്ധയായ സ്ത്രീയാണ്. അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്. കേട്ടപ്പോൾ യേശുവിൻ്റെ അടുക്ക പോകാനൊക്കുന്നില്ലല്ലോ, കേൾക്കുകയാണ്. ആ കേൾവി അവളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. അപ്പോൾ അവളുടെ ഉള്ളിൽ തീ കത്താൻ തുടങ്ങി. എനിക്കെങ്ങനെ? അപ്പോൾ അവൾ 3 തീരുമാനങ്ങൾ എടുക്കണം. എങ്ങനെ പോയാലും എനിക്ക് യേശുവിനെ കാണണം. വട്ടവർ ഇറ്റ് ഈസ്, നോ മാറ്റർ വാട്ട്, ഞാൻ അവനെ കാണും. എൻ്റെ ഈ ആവശ്യം അത്ര വില, ഞാൻ എന്ത് വില കൊടുത്തും ആളുകൾ എന്നെ ചവിട്ടി തൊഴിച്ചാലും സാരമില്ല, ഞാൻ അവൻ്റെ അടുക്ക ചെല്ലും. ആ ഒരു ചിന്ത. 2, അവളൊരു ഡിസിഷൻ എടുത്ത് എനിക്ക് യേശുവിനെ നേരിട്ടൊന്ന് കാണണം. അവളുടെ ഉള്ളിൽ ആ തീഷ്ണത, അതൊക്കെ നമുക്ക് ദൈവം തമ്പുരാൻ തന്നെ ഇട്ടു തരണം. 3, അത് ഞാൻ ഉറക്കം വിളിച്ചു പറയണം. എനിക്ക് യേശുവിനെ കണ്ടേ പറ്റൂ എന്ന് വിളിച്ചു പറയണം. അത് മർക്കോസിൻ്റെ സുവിശേഷം 5:28 പറയുന്നുണ്ട്. അങ്ങനെ അവിശ്വാസമാകുന്ന ദുഷ്ടഹൃദയത്തെ അവൾ ശാസിക്കുകയാണ്. അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, രക്തസ്രവമുള്ള സ്ത്രീ മലിനമായിട്ട് അശുദ്ധ സ്ത്രീയാണ്, സമൂഹത്തിൽ അവളെ ഉൾപ്പെടുത്തില്ല, അത് ആ പുരുഷന്മാരും ആളുകളും കൂടുന്നിടത്ത് എനിക്ക് ചെല്ലാനൊക്കത്തില്ല, എനിക്ക് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് പ്രയാസമല്ല, ഞാൻ അവൻ്റെ തൊങ്ങലെങ്കിലും ഇന്ന് തൊടും. വൺസ് ദ ഡിസിഷൻ ഈസ് മെയ്ഡ്, ഇറ്റ് ഈസ് മെയ്ഡ്. ഇതാണ് ഞാൻ പറയുന്നത്. ഹൃദയത്തിനകത്തൊരു തീരുമാനം എടുത്താൽ ഹെവൻ ആൻഡ് എർത്ത്, ആകാശവും ഭൂമിയും അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. അല്ലെ, പരീക്ഷിച്ച് നോക്ക്. ഞാൻ വ്യക്തമായിട്ട് അനുഭവത്തിൻ്റെ വിളിച്ചിലാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി പറയാൻ നമ്മുടെ ഉള്ളിൽ ഘനമേറിയ വിശ്വാസം, അത് യേശുവായിട്ട് തരുന്നത്, വചനം കൊണ്ടാണ് വരുന്നത്.
പിന്നെ കർത്താവിൻ്റെ ടൈമിൽ അത് സംഭവിക്കുന്നത്. പലപ്പോഴും എൻ്റെ ഈ വചനം കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അവിശ്വാസം വരുന്നത്. കഴിഞ്ഞ നാളിൽ ഒരാൾ പറഞ്ഞു ഞാൻ എന്തോ ചെയ്യണമെന്ന് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ മാഡം പറഞ്ഞപ്പം ഇന്നത്തെ വചനം കേട്ടപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ ചെയ്യാൻ. എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. മനസ്സ് മടുത്താൽ പിന്നെ മനസ്സങ്ങ് വല്ലാതെ ചിലപ്പം മടുക്കും. അന്നേരം ഞാനൊന്നും ചെയ്യത്തില്ല, എനിക്കങ്ങ് പ്രയാസം തന്നെ. പക്ഷേ സന്തോഷം എനിക്ക് വരാമെങ്കിൽ ആദ്യത്തെ എൻ്റെ ചിന്ത ഒരു ചെടി നടണം. അതിൻ്റെ ഇൻഡിക്കേഷൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഹൃദയം വീണ്ടും ജീവൻ വെക്കാൻ തുടങ്ങിയല്ലോ. നിങ്ങൾക്കൊക്കെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ ആരെങ്കിലും അഴുക്ക് ചിന്തയിട്ടാൽ അന്നേരം ഞാൻ പുറത്തിറങ്ങി ഒരു പുതിയ ചെടി നടും. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് സൗദി അറേബ്യയിലെ ദ ബെസ്റ്റ് ഗാർഡൻ ഇൻ സൗദി അറേബ്യ പ്രൈസ് കിട്ടിയായിരുന്നു. അപ്പോൾ ഒരാളെന്നെ വിളിച്ചു, മാഡം ആ ഉപദേശം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാനും ഇനിയും ഗാർഡൻ ഉണ്ടാക്കാൻ പോവാണ്. ഏതാ നിങ്ങളെ ടച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ കലകൾ എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. ചിലർ പെയിൻറ്റ് ചെയ്യേ, ഭക്ഷണം ഉണ്ടാക്കലായിരിക്കും, ഉണ്ടാക്കിയ ചിലർക്കും കൊടുക്കുക. എങ്ങനെയാണെങ്കിലും ഈ നിരാശയെന്ന് പൊങ്ങിയെടുത്തിട്ട് വല്ല നന്മ ചെയ്യാൻ തുടങ്ങി. അപ്പം അവളുടെ വിശ്വാസം അവൾ പ്രദർശിപ്പിച്ചത് എങ്ങനെയാണ്? ആ പ്രതിസന്ധി എല്ലാം ഇട്ടെറിഞ്ഞ് വെച്ച് അവൾ ആളുകളുടെ ഇടയ്ക്ക് തള്ളിക്കൂടി ക്രിസ്തുവിൻ്റെ തൊങ്ങലെ തൊട്ടു. Look at that moment when that touched, the power transferred to her. ആ നിമിഷത്തിലൊക്കെ മനസ്സിലായി അവളുടെ രക്തസ്രവം, ബ്ലീഡിങ് നിന്നു. അവിടെ നിൽക്കുന്നില്ലല്ലോ, യേശു അവിടെ നിൽക്കുകയാണ്. ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കും, ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് എത്ര പേര് തൊട്ട് കാണും? ശരിയല്ലേ? ഇല്ല, ഒരാളുടെ മേലെ എൻ്റെ ശക്തി. അതാണ് അവളുടെ വിശ്വാസം ആ ശക്തിയെ പകർന്നെടുത്തു. ആ ലെവലിൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. ദൈവമേ ഹെൽപ്പ് മീ ലോഡ്. ആ ദൈവത്തിൻ്റെ പ്രസരിപ്പ്, അവൻ്റെ ജീവനാകുന്ന വചനം കൊണ്ട് ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിൻ്റെ ആക്കുമ്പം അവൻ്റെ ശക്തി എൻ്റെ മേലേക്ക് പകരുന്നതായിട്ട് നമ്മൾ കാണണം. അത് സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ കർത്താവിൻ്റെ കാൽപാതി കൂടെ അവൾ നടന്നാൽ പോലും സൗഖ്യം കിട്ടിയതിന് പോയിടത്തോട്. നമുക്കങ്ങനെ ചെയ്യാമല്ലോ. യേശു എവിടെയെല്ലാം പോയിട്ടുണ്ട് അവിടോട്ട് നമുക്ക് നടക്കാം. കർത്താവും നമ്മളിൽ കൂടെ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ബർത്തിമായി എന്ന് പറഞ്ഞ കുരുടൻ പോയപ്പോൾ അവന് കാഴ്ച കാണണം. അവൻ യേശുവിനെ കുറിച്ച് കേട്ടു. അവൻ യേശു പോയപ്പോൾ അവന് ഒന്നും മടിക്കാതെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര യേശുവേ എന്നോട് മനസ്സലിവ് തോന്നണം. യേശു അവിടെ നിന്നു. ബിക്കോസ് ഹി നോസ് ദാറ്റ് ഹിസ് നീഡ് ഈസ് ഗ്രേറ്റ്. നമുക്കും അത് ആവശ്യം. ആ തീക്ഷ്ണമായ വിശ്വാസം ഇട്ട് തരണം. അപ്പം നമ്മൾ വാ തുറന്ന് പറയണം. അവിശ്വാസം പുറമേ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് അറിയണം. അത് നമ്മുടെ യുദ്ധം ജഡീക ശക്തികളോടല്ല. നമ്മൾ പറയുന്നില്ലേ ഈ എഴുതിയ ലേഖനം 6:12, നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും. ഇതിന് യുദ്ധം ചെയ്യാൻ വചനമാകുന്ന വാള്. അത് വചനമെന്ന് പറയുന്നത് ജീവനും ചൈതന്യമുള്ള വാളാണ്. ഇതിന് ജീവനുണ്ട്. ഇത് ഞാൻ പറഞ്ഞയക്കുക, ഇത് അപ്പുറത്ത് ചെന്ന് കൊണ്ടിട്ട് പ്രവർത്തിച്ചിട്ട് ഉടനെ ഉത്തരം കിട്ടണമെന്നില്ല. പക്ഷെ അയച്ചുകൊണ്ടിരിക്കുന്നേ പ്രവർത്തിക്കേണ്ട ജോലി ദൈവത്തിൻ്റെയാണ്. കർത്താവ് ഇപ്പം 2025 മാർച്ചിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിസംബർ 2024 തൊട്ട് അയച്ചുകൊണ്ടിരിക്കുക. ഉടനെ ഉത്തരം കിട്ടൽ നിൽക്കരുത്. 2025 മാർച്ച് ആകുമ്പോൾ നടന്നിരിക്കുമെന്നേ. നമുക്കൊരു സ്ഥലത്തിന് വേണ്ടി നമുക്ക് ഒത്തിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാവശ്യം ഒരു ദിവസം ഞാനാകുന്നവൻ പ്രവർത്തിക്കും. പലപ്പോഴും ഞാൻ പറയുന്നത് കാണുന്നില്ലല്ലേ കർത്താവേ. അപ്പം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബുദ്ധിയിലൊക്കെ പലതും ചെയ്യുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരാഴ്ച കൊണ്ട് ഒരാളത് എല്ലാം കറക്റ്റ് ചെയ്ത് ദൈവം തമ്പുരാൻ കൊണ്ടു തന്നു. ഞാനൊന്നും ചെയ്തില്ല, അപ്പച്ചൻ്റെ വാക്ക്. പക്ഷെ ആ വാക്കിൽ നമ്മൾ വിശ്വസിക്കാനുള്ള കൃപയാണ്. എത്ര വാഗ്ദത്തങ്ങൾ. അപ്പോൾ അവിശ്വാസത്തെ ബ്രേക്ക് ചെയ്യണം. നെഹമ്യ മതിൽ പണിതപ്പോൾ ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ ഇഷ്ടികയും പിടിച്ചാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 12:24 പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകാതെ പുതിയൊരു ചെടി ഉണ്ടാകൂല. ചുമ്മാതെ വചനം കൈവച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഒരു ഗുണമില്ല. ഞാനീ പറയുന്നതിനെ പല പ്രാവശ്യം അങ്ങ് കേൾക്കും, പല പ്രാവശ്യം. എന്നിട്ട് അനേകം മക്കൾക്ക് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ അവർക്ക് ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ പലപ്പോഴും വചനങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പല ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കും. ചിലപ്പോൾ വിചാരിക്കും അവർക്ക് ഇഷ്ടമില്ലായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അയക്കും. കാരണം ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അവരുടെ ബന്ധനത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ ഉപയോഗിക്കുന്നത്.
ക്രിസ്തു പോലും അതല്ലേ ചെയ്ത്. യേശു വരാൻ ആരെങ്കിലും ആഗ്രഹിച്ചു? ആരും ആഗ്രഹിച്ചില്ല. അവൻ സ്വന്തം മനസ്സിൽ ദൈവത്തോട് പിതാവിനോട് പറഞ്ഞിട്ട് വന്നിട്ടും ആരെങ്കിലും സ്വീകരിച്ചോ? ഇല്ല. യേശു ഉണ്ടാകാൻ സ്ഥലം പോലും കൊടുത്തില്ല മനുഷ്യർ. പിന്നെ അതല്ലേ ക്രിസ്മസ് എന്ന് പറയും നമ്മൾ. കാലിത്തൊഴുത്തിൽ ഒരു ചെറിയ സ്ഥലം കിട്ടിയെന്ന്, അവിടെ യേശു ഉണ്ടായത്. അതുകൊണ്ട് വചനം അയക്കുമ്പോൾ എല്ലാവരും സ്വീകരിക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുക. ഫലം കായ്ക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാ 54 എന്ന് പറയുന്നുണ്ട്, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ലോകത്തിലതിനെ പ്രശംസാ വിഷയമാക്കുവോളം നീ പ്രാർത്ഥന മുടക്കരുത്. വിശ്വാസം ദൈവമാണ് തരേണ്ടത്. നമുക്ക് ദൈവത്തോട് പറയാം, സംശയമുണ്ടെങ്കിൽ ദൈവത്തോട് പറയാം. കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. വചനം ജഡമാകും, സംശയമില്ല. നമ്മൾ ഈ ഇബ്രായ ലേഖനം വായിക്കുമ്പോൾ എത്ര പ്രാവശ്യം വിശ്വാസത്താൽ 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 വിശ്വാസത്താൽ, എല്ലാം വിശ്വാസത്താൽ നടന്നെന്നാണ് പറയുന്നത്. വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ അപ്പനാന്ന് അബ്രഹാമിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് തീർത്തും ജയമുണ്ട്. നെഹമ്യാ 8:10 പറയുന്നത്, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. യഹോവയിലുള്ള സന്തോഷം എൻ്റെ ബലമാകും. സന്തോഷമുണ്ടെന്നേ ഉറപ്പിച്ച് പറ. അവനവനെ പഠിപ്പിക്കാം, നമ്മൾ തന്നെ പഠിപ്പിക്കാം. നാഥാ നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. വിശ്വാസത്തിൻ്റെ പ്രദർശനം എന്ന് പറയുന്നത് പുറമേ കാണുന്ന അല്ല. പുറമേയുള്ള ആക്ഷൻ വരുന്ന അകത്തെ ആത്മാവ് വലുതാകുമ്പോഴാണ്. അകത്തെ ആത്മാവ് ഉറപ്പ് വരുന്ന വചനം കൊണ്ട്. ആ വചനം വിശ്വാസത്താൽ സകലതും നേടിയെടുത്തുന്ന എബ്രായ ലേഖനം 11 പഠിപ്പിക്കുന്നു. വിശ്വാസത്താൽ നോഹയ്ക്ക് വെള്ളം വരുമെന്ന് പോലും അറിയത്തില്ല, മഴ കണ്ടിട്ടില്ലാത്ത കാലത്ത് നോഹയോട് പറഞ്ഞ് പെട്ടകം ഉണ്ടാക്കാൻ. നോഹ വിശ്വാസത്താൽ 120 വർഷം കൊണ്ട് വലിയ പെട്ടകം ഉണ്ടാക്കി വെച്ചു. അതിനാൽ നോഹയും കുടുംബം രക്ഷപ്പെട്ടു. അതിനാൽ ലോകത്തിൽ ഇന്നും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിട്ട് മനുഷ്യൻ നിൽക്കുന്ന കർത്താവേ, നിൻ്റെ മഹത്തരമായ സ്നേഹത്തിൻ്റെ മുൻപിൽ നിൻ്റെ പ്ലാനുകൾക്ക് വിപരീതമായി നിൽക്കുന്ന സകല ശക്തികളും അഴിച്ചു മാറ്റണം. ഈ നാഥൻ്റെ മുൻപിൽ ഏത് ശക്തിയാണ് നിൽക്കുന്നത്? മഹാശക്തനായ ദൈവം, സർവശക്തനായ ദൈവം, എൽ ഷഡ്ഡായിയായ ദൈവം, സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതായ ദൈവം. ഞങ്ങളുടെ ഇത്ര വലിയ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ ഞങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്ന ചുളുക്കമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നേരെ നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. തീയുടെ അഗ്നിയുടെ കോട്ട നിൽക്കുന്നത് ആ മതിൽ കടന്ന് ഞങ്ങളപ്പുറത്ത് കയറി വരുന്നു. വിശുദ്ധീകരിച്ചാട്ടപ്പച്ച എൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നു. ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം നീ തന്നെയാണ് തരേണ്ടത്. ആദം കാണിച്ചതുപോലെ ആദവും എല്ലാം രാവിലെ എഴുന്നേറ്റ് അത്തിവൃക്ഷത്തിൻ്റെ ഇല വെച്ചുകൊണ്ട് മൂടിക്കൊണ്ടിരുന്ന പോലത്തെ പ്രകൃതം ഞങ്ങൾക്കുണ്ട്. അത് മാറിപ്പോട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ കടന്നു വരുന്ന പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറകളെ അനുഗ്രഹിക്കാൻ ഓടി വരുന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.